Good morning. Today we are going to discuss how to create tables in HTML. അപ്പോൾ ടേബിൾ എന്താണെന്ന് നമുക്കറിയാം. റോസിൻ്റെയും റോസ് ആയിട്ടും കോളംസ് ആയിട്ടും നമ്മൾ ഡാറ്റാസ് എഴുതുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടേബിൾ അല്ലേ. അപ്പോൾ ടു ക്രിയേറ്റ് എ ടേബിൾ വി ആർ യൂസിങ് ദ ടാഗ് ടേബിൾ എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ HTML ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ to construct the table or to enter data to the table, along with the table tag, we require three very important tags related to the table tag. Okay, the three tags are th, tr and td. Table എന്ന് പറയുന്ന ടാഗ് ജനറലായിട്ട് നമ്മൾ പറയുന്നു ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു പറയുന്നു. അതോടൊപ്പം തന്നെ ടേബിൾ എന്ന് പറയുന്ന ടാഗ് മാത്രം എഴുതിയാൽ ടേബിൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. വി റിക്വയർ ദ ത്രീ വെരി ഇമ്പോർട്ടൻറ്റ് ടാഗ്സ് tr, th and td. Okay, so and all these four tags are container tags. ഈ 4 ടാഗ്സും എന്ത് ടാഗ്സ് തന്നെയാണ്? കണ്ടെയ്നർ ടാഗ്സ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓരോന്നും വിശദമായിട്ട് നമ്മൾ നോക്കും. എന്താണ് ഈ th എന്ന് പറയുന്ന ടാഗ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, tr എന്ന് പറയുന്ന ടാഗ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, td എന്ന് പറയുന്ന ടാഗ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് നോക്കും. Okay, so next we are going to the attributes of table tag. The first one is border. So border attribute is used to specify the thickness of the border. ഒരു ബോർഡറിന്റെ thickness എത്ര വേണം എന്ന് കൊടുക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന attribute ആണ് border. It can contain values in pixels. So if I am not giving any value for the border, it means the table will contain no border. It will just display the data. Border എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന് ഡാറ്റ വാല്യൂ ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ ടേബിളിൽ എന്തുണ്ടാവില്ല, ബോർഡർ ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദ ബോർഡർ കളർ. ഇറ്റ് ഈസ് യൂസ് ടു സ്പെസിഫൈ ദി കളർ ഓഫ് ദി ബോർഡർ. പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അലൈൻ ഓൾസോ യു നോ ഇറ്റ് ഈസ് യൂസ് ടു അലൈൻ ദി ടേബിൾ വേർ ദ table should be displayed, whether it should be displayed in the left side of the window, whether it should be displayed in the right side of the window, or whether it should be displayed in the center of the window. And the fourth one is BG color. BG means background color. It is used to give the background color to the table. Table in the background color കൊടുക്കാൻ വേണ്ടിയിട്ടാണ് BG color നമ്മൾ യൂസ് ചെയ്യുന്നത്. Next one is background. You know, this is used to give the background picture to the table. And the very important point to be noted here is that if I am using both BG color and background, only the background will be displayed, BG color will not be displayed. അപ്പോൾ ഞാൻ എൻ്റെ കോഡിൽ ടേബിളിൻ്റെ ആട്രിബ്യൂട്ടായിട്ട് BG കളറും ബാക്ക്ഗ്രൗണ്ടും ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് മാത്രമേ നമ്മൾ യൂസറിനെ കാണാൻ പറ്റുള്ളൂ, ബാക്ക്ഗ്രൗണ്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അവിടെ എന്ത് ഡിസ്പ്ലേ അവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും യൂസറിന് എന്ത് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ, ബാക്ക്ഗ്രൗണ്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, and the next one is very important attribute is cell spacing. Cell spacing, the space between cells. So what do you mean by a cell? Cell means a data. എവിടെയാണോ സ്മോളസ്റ്റ് യൂണിറ്റിന് നമ്മൾ സെൽ എന്ന് പറയുന്നത്. എവിടെയാണോ ഞാൻ ആ ഡാറ്റ എഴുതുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് സെൽ. ദാറ്റ് മീൻസ് ഇന്റർസെക്ഷൻ ഓഫ് റോസ് ആൻഡ് കോളംസ്. സോ സെൽ സ്പേസിംഗ് മീൻസ് ഡിറ്റർമിൻസ് സ്പേസ് ബിറ്റ്വീൻ ദ സെൽസ്. ആ സെല്ലിൻ്റെ ഇടയ്ക്ക് ഓരോ സെല്ലിൻ്റെ ഇടയ്ക്കും എത്ര സ്പേസ് ഞാൻ വിടണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ആട്രിബ്യൂട്ടാണ് സെൽ സ്പേസിംഗ് എന്ന് പറയുന്നത്. ഹിയർ ഓൾസോ വാല്യൂസ് ക്യാൻ ബി ഗിവൺ ഇൻ പിക്സൽസ്. And the next one is cell padding. Cell padding means it determines space between the cell border and the contents. സെല്ലിൻ്റെ ബോർഡറും ഞാൻ എഴുതുന്ന കണ്ടന്റും തമ്മിൽ എത്ര സ്പേസ് വിട്ടിട്ട് വേണം വരാനായിട്ട് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടാണ് സെൽ പാഡിംഗ് എന്ന് പറയുന്നത്. That means it determines the space between, അല്ലെങ്കിൽ it helps us to specify the space between the cell border and the cell contents. It is also given in pixels. Next one is width and height. There is no need of explanation here. Width is used to determine what should be the width of the table, and height determines what should be the height of the table. And the last one is very important. This is frame. ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ദ ബോർഡർ ഷുഡ് അപ്പിയർ. എൻ്റെ ബോർഡർ എങ്ങനെ വേണം? നമ്മൾ പറഞ്ഞു നേരത്തെ ബോർഡർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമ്മൾ പഠിച്ചു. ഇൻ ദ കേസ് ഓഫ് ബോർഡർ ആട്രിബ്യൂട്ട് വി ഓൾറെഡി എക്സ്പ്ലെയിൻ ദാറ്റ് ദ ബോർഡർ ഈസ് യൂസ് ടു ഗീവ് ദ തിക്നെസ് ഓഫ് ദി ബോർഡർ.
So the frame determines how the border should appear. ആ border എങ്ങനെ വേണം, എവിടെ വേണം, ടോപ്പിൽ വേണോ ബോട്ടത്തിൽ വേണോ അല്ലെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് മാത്രം മതിയോ വെർട്ടിക്കലായിട്ട് മാത്രം മതി, ഇനി ബോർഡർ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് ഫ്രെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. സോ ലെറ്റ് us look some of the examples here. Frame is equal to void. We know that void means null. So frame is equal to void means no need of any border. Frame is equal to null. That means the table does not require any border. Now next one, frame is equal to above. You know the border should come only at the top of the table. Okay. Frame is equal to below. That means border should come only at the bottom of the table. Next, frame is equal to H sides. H stands for horizontal sides. So table should be displayed only on the horizontal sides. Okay. Like LHS, only on the left hand side border should appear. RHS, only on the right hand side border should appear. Frame is equal to V sides, means vertical. V stands for verticals. So frame should appear only on the vertical sides. Next one is frame is equal to box or frame is equal to border. This two contains the same meaning. Frame എന്ന് പറയുന്നത് ബോക്സ് ആണെങ്കിലും frame എന്ന് പറയുന്ന border ആണെങ്കിലും the frame should appear in all the sides of the table. So frame is equal to box as well as the frame is equal to border means the frame should the border should appear on all the sides of the table. Okay. So the last one attribute is rules. So rules determines the rule where the rules should be applicable. That is the meaning of rules. എവിടെയാണ് എൻ്റെ റൂൾസ് ടേബിളിൻ്റെ എവിടെയാണ് റൂൾസ് ആപ്ലിക്കബിൾ ആകേണ്ടത് എന്ന് കാണിക്കുന്നതാണ് റൂൾ. ഓക്കെ, ലെറ്റ് us see some of the examples. Rules equal to none. Rules equal to none എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒരു റൂൾസും ഇവിടെ ആപ്ലിക്കബിൾ ആവണ്ട. റൂൾസ് ഈക്വൽ ടു കോൾസ്, കോളത്തിലേക്ക് മാത്രമേ ഞാൻ കൊടുക്കുന്ന റൂൾസ് ആപ്ലിക്കബിൾ ആയാൽ മതി. റൂൾസ് ഈക്വൽ ടു റോസിലേക്ക് മാത്രം മതി. Rules equal to groups, the rule should be applicable only for the rows or row group and as well as the column groups. And rules equal to all, that means rules should be applicable to all rows and all columns. Okay, so where the rules should be applicable is determined by the attribute. Which attribute? Rules of the table tag. Okay. So while explaining table tag, I already said there are three very important tags related to the table tag. The first one was the TR, the second one was TH, and the third one was the TD. So next we are going to look in detail about the TR tag. Okay. So TR എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ടേബിൾ, റോ. T stands for ഇങ്ങനെ മനസ്സിലാക്കുക. T stands for table and R stands for row. So what is the use of TR tag? TR tag is used for creating table row. ഒരു റോ ക്രിയേറ്റ് ചെയ്യാനായി എന്നെ സഹായിക്കുന്ന ഒരു ആട്രിബ്യൂട്ട് ഒരു ടാഗ് ആണ് ഇതെന്ന് പറയുന്നത് TR എന്ന് പറയുന്നത്. ഓക്കെ, സോ എ റോ ഇസ് എ കളക്ഷൻ ഓഫ് സെൽസ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓരോ റോസും എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് സെൽസ്. ഓക്കെ, so table rows are created within TR tag with the help of TR tag. And where should this TR come? This TR should come inside the table tag. But TR tag ഏതിൻ്റെ ഉള്ളിലേ വരാൻ പാടുള്ളൂ? ഓപ്പണിംഗ് ടാഗ് ടേബിളിൻ്റെയും ക്ലോസിംഗ് ടാഗ് ടേബിളിൻ്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ? TR ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ കാര്യം. TR എന്ന് പറയുന്ന ടാഗിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? ഒരു റോ ക്രിയേറ്റ് ചെയ്യുന്നത്. It is also a container tag. Okay. So next we are moving on to the attributes of TR tag. First one is align. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. This used to align this attribute is specify the horizontal alignment of the horizontal ആയിട്ട് എൻ്റെ റോയിൽ വരുന്ന ഡാറ്റാസ് എങ്ങനെ അലൈൻ ചെയ്യണം എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ് അലൈൻ. ഹൊറിസോണ്ടൽ ആയിട്ട് എങ്ങനെ അലൈൻ ചെയ്യണം. ഓക്കെ, next one, so it contains horizontal ആയതുകൊണ്ട് തന്നെ it contains the three values left, right and center. The next one is VLN. That means how the it specifies the vertical alignment of the text in a row. Vertical alignment. So it will contain the values whether the data should be displayed at the top, whether the data should be displayed at the middle, whether the data should be displayed at the bottom. That is a vertical alignment. Okay. So here also it contains three values: top, middle or bottom. The other name of bottom is baseline.
So either we can give bottom, VLN is equal to bottom, or either we can give VLN is equal to baseline. Bottom എന്ന് എഴുതിയാലും baseline എഴുതിയാലും എവിടെ തന്നെയാണ് ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത്? ബോട്ടത്തിൽ തന്നെയാണ് ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് BG color. There is no need of any explanation. It is used to give the background color to the table row, not the complete table, only to that specific table. Only to that specific row. ആ ഏത് റോയിലേക്കാണോ ഞാൻ BG കളർ കൊടുത്തിരിക്കുന്നത് അവിടെ മാത്രമേ ആ കളർ ഡിസ്പ്ലേ ചെയ്യുള്ളൂ. Okay, so under the TR tag there contains two types of cells. ഒരു റോയിൽ രണ്ട് ടൈപ്പ് സെൽസ് വരാം. The first one will be the heading cells and the second one will be the data cells. അപ്പോൾ ഹെഡിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. ഹെഡിങ്സ് കൊടുക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന സെൽസ് ആണ് ഹെഡിങ് സെൽസ്. അല്ലെങ്കിൽ ആ ഹെൽപ്പ് ചെയ്യാന്ന് പറയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ആ ടൈപ്പ് സെൽസിനെ പറയുന്ന പേരാണ് ഹെഡിങ് സെൽസ്. ആൻഡ് the data cell always contains the normal data. So what is the speciality of this heading cell? All the data in the heading cells will be displayed in bold as well as in center. Heading cells എപ്പോഴും എവിടെ ഡിസ്പ്ലേ ചെയ്യുള്ളൂ? സെൻറ്ററിലായിരിക്കും ആ സെല്ലിൻ്റെ ഡിസ്പ്ലേ ചെയ്യുന്നത്. നമ്മൾ പ്രത്യേകിച്ച് അലൈൻ ഈസ് ഈക്വൽ ടു സെൻറ്റർ എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഡിഫോൾട്ടായിട്ട് എവിടെ തന്നെ വന്നോളൂ, അത് സെൻറ്ററിൽ വന്നോളൂ. ഓക്കെ, ആൻഡ് ഓൾസോ ദ ഡാറ്റാസ് വിൽ ബി ഇൻ ബോൾഡ് ഫേസ്. ബോൾഡിലായിരിക്കും അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, so to create a heading cell we are using the tag TH. T stands for table, H stands for heading. TH tag is also a container tag. So heading tags are created with the help of TH tag. Okay, so what should be the heading? That text will be displayed within the opening tag TH and the closing tag TH. Heading ആയിട്ട് എനിക്ക് എന്ത് ടെക്സ്റ്റ് ആണോ വരേണ്ടത് അതിൻ്റെ ഓപ്പണിംഗ് ടാഗ് THലും closing tag THലും ആയിട്ട് വരുന്നു. And I have already said heading cells will be displayed in bold and centered alignment. ബോൾഡിലും ആയിരിക്കും, centered alignment ആയിരിക്കും. Now where should this TH come? This TH tag should come under the TR tag. So we have already said TR tag should come under the table tag. Okay, so TH, now we are saying TH should come under the TR tag because heading cell comes under the table row. ഓരോ റോയിൻ്റെയും കീഴിലാണ് ഹെഡിങ് സെൽസും ഡാറ്റ സെൽസും വരുന്നത്. അതുകൊണ്ട് തന്നെ TH tag should come under the TR tag. Okay, so next we are going to look how we can create the data cell. So to create the data cell we are using the tag TD. T stands for table and D stands for data. So TD is used to define data cells. Here also TD is a container tag. TD is a container tag, and the data that should be given is written within the opening tag TD and the closing tag TD. Here also we know that data cell comes under the table row. So TD should come under the tag TR. Okay, clear? So next I am moving on to the attributes of TD and TH. Here we are saying the attributes commonly applicable to TH and TD. TDക്കും THനും ഒരേപോലത്തെ ഒരു ആട്രിബ്യൂട്ട് ആണുള്ളത്. അപ്പോൾ ഒറ്റ ഇതിൽ തന്നെ ഞാനങ്ങ് പറഞ്ഞു പോവുകയാണ്. The first one is align. There is no need of any explanation. Align means horizontal alignment of text. Now what is VLI? Vertical alignment of text. What is BG? Background color. Here I have to you have to clearly understand what's the meaning of call span. This is a very important attribute of TD and TH. So what do you mean by spanning? Spanning means joining. Okay, so one or two columns or rows can be joined together to form a single row or a single column. That is known as spanning. Once again I repeat, ഒന്നിൽ കൂടുതൽ കോളംസോ ഒന്നിൽ കൂടുതൽ റോസോ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു റോ ആക്കുന്നതിനോ ഒരു കോളം ആക്കുന്നതിനോ ഞാൻ വിളിക്കുന്ന പേരാണ് സ്പാനിങ്. So spanning is the process of joining one or more rows or one or more columns to a single row or single column. Clear? So what do you mean by call span? Call span is the process of joining one or more columns to form a single column. Call span.
ഒന്നിൽ കൂടുതൽ കോളംസുകൾ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു കോളം ആകുന്ന ആ പ്രോസസ്സിനെ ഞാൻ വിളിക്കുന്ന പേരാണ് കോൾ സ്പാൻ. So here the attribute call span determines how many columns should be joined together. എത്ര കോളംസുകളാണ് ജോയിൻ ചെയ്യേണ്ടത് എന്ന് പറയുന്ന കൊടുക്കാൻ പറ്റുന്ന ആട്രിബ്യൂട്ടിനെ ഞാൻ വിളിക്കുന്ന പേരാണ് കോൾ സ്പാൻ. Clear? So here I have given an example. TH call span is equal to 3. What does it mean? This means that 3 columns should be joined together to form a single column. Clear? Okay. Now next one is row span. What do you mean by row span? One or more than one rows are joined together to form a single row. That is known as row span. So row span, attribute row span means how many rows should be joined together to form a single row. So here I have given as row span is equal to 3. Row span is equal to 3 means 3 rows should be joined together to form a single row. 3 റോസുകൾ ഒരുമിച്ച് ചേർന്ന് ഒറ്റ റോ ആയി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റോ സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, റൈറ്റ്. Next I am going to the next tag, caption tag. So what do you mean by caption? Caption എന്നുള്ളത് എന്താണെന്ന് പറയുമ്പോൾ ഒരു ഹെഡിങ്, ഒരു ടൈറ്റിൽ കൊടുക്കുക. ഇവിടെയും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ടേബിളിന് ഒരു ക്യാപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ക്യാപ്ഷൻ എന്ന് പറയുന്ന ടാഗ് കൊടുക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ക്യാപ്ഷൻ എന്ന് പറയുന്ന ടാഗ് ടേബിളിന് ക്യാപ്ഷൻ കൊടുക്കാനാണ് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ദിസ് ക്യാപ്ഷൻ ടാഗ് ഷുഡ് കം അണ്ടർ ദി ടേബിൾ ടാഗ്. Okay, or should come inside the table tag. So caption to a table is given using caption. It is also a container tag. So what I am giving inside the opening tag caption and the closing tag caption will be displayed as the caption of the table. എന്താണോ opening tag captionന്റെയും closing tag captionന്റെയും ഉള്ളിൽ ഞാൻ കൊടുക്കുന്ന ടെക്സ്റ്റ് എന്താണോ ആ ടെക്സ്റ്റ് ആയിരിക്കും നമ്മുടെ ടേബിളിന്റെ ക്യാപ്ഷൻ ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. Okay, clear? So it is also a container tag. So this ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് ടേബിളിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. Next we are moving on to the examples of table, and I have drawn a very simple example of a table. Here I want to display the table I have drawn here. So ഇവിടെ എന്താണ് ഇവിടെ പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം. Here there are 1 2 3 4 5 6 cells. The first row contains 2 cells, second row contains 2 cells, third row contains 3 cells. And in the first row, these are headings. How you can know this is a heading? This is in bold face. The bold face il ayidondu njan manasilaki these are in headings. Okay? Okay. This is a heading. So I am going first row should be heading. The second row എങ്ങനെയായിരിക്കണം? എന്ത് ഡാറ്റയാണ്? സെക്കൻഡ് റോയിൽ നമുക്ക് സാധാ ഡാറ്റയാണ്. തേർഡ് റോയിൽ നമുക്ക് അപ്പോൾ ഫസ്റ്റ് റോ ഹെഡിങ് സെൽസ് ആണ്, സെക്കൻഡ് റോ ഡാറ്റ സെൽസ് ആണ്, ആൻഡ് തേർഡ് റോ വിൽ ഓൾസോ ബി ഡാറ്റ സെൽസ്. So we can look how we can write this table. Write the code for the above table. So all the first portion is familiar to you. I am just moving on to the body portion. Body. So ആദ്യം ഞാൻ എഴുതി table border is equal to 1. നമ്മൾ പറഞ്ഞു border tag is used to specify the thickness of the border. So here I am saying the thickness of the border should be 1 pixel. Okay. Now next one is the first I have to reserve the space for the table row. For that I am using the tag tr. So after the table tag I am going to create the first row. So I am using the first tag tr under the table tag. Now we have already said under the table row there contains 2 cells, heading cells and data cells. So in the first row I am going to create the first row. So in the case of first row the cells are the heading cells. So I am using the th. Okay. So first th data should be roll number. I am closing the th. രണ്ടാമത്തെ എന്താണ്? ആദ്യത്തെ റോൾ നമ്പർ കൊടുത്ത് രണ്ടാമത്തെ ഏതാണ്? നെയിം ആണ്. അപ്പോൾ അടുത്ത th ഞാൻ ഓപ്പൺ ആക്കി നെയിം കൊടുത്ത് th ക്ലോസ് ചെയ്യും. Now I have to close the first row. I have completed giving details of the first row. So I am closing the first row with the help of the closing bar tr. അപ്പോൾ അതോടുകൂടി നമ്മളുടെ ആദ്യത്തെ റോ ക്രിയേറ്റ് ചെയ്തു.
Again I have to create the second row. I have to again open the TR. I have opened the TR. Clear? Next, the second rows are the data cells. Second row is the data cells, not the heading cells, because it is not displayed in boldface. Okay, so in the second row I am using the tag TD. The first data is 1, I am closing the TD tag. The second data is Alia, so Alia is written within the opening tag TD and closing tag TD. Now I have finished the second row, so I am closing this with the tag, closing tag TR. So we have completed the second row also. Next I am opening the third row. I am opening with the help of the TR tag. The second data is data cell, not heading cells. The second row contains the data cell, so I am using the TD tag. Okay, the second data is 2. I am closing the TD tag. Then the second cell of the third row is Arun, so I am writing Arun within the opening tag TD and the closing tag TD, as well as I am closing the TR tag because I have completed displaying the third row also. Okay, now I have completed the full table as it is displayed in the example. Since the whole table is displayed, I am again using the closing tag table. Okay, so we have already noted that the TR comes under the table tag, TH and TD comes under the TR tag. Okay, so we are closing the body tag, we are closing the HTML tag. Now let us look how this will be displayed by writing this in the Gianni editor. We have already typed this program. I am going to execute this program. See, this is a program. First one, roll number, name, 1, Alia, 2, Arun. Okay, clear. So we are moving on to the second example. Here I am going to show you how the row span and col span works. So this is the example. ഇവിടെ എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്താണ്? യഥാർത്ഥത്തിൽ ഇവിടെ എത്ര റോസ് ഉണ്ട്, എത്ര കോളംസ് ഉണ്ട്? 1, 2, 3. ഇവിടെ 3 റോസ് ഉണ്ട്, 3 കോളംസ് ഉണ്ട്. ഓക്കെ, പക്ഷേ ഫസ്റ്റത്തെ പ്രത്യേകത എന്താണ്? ഈ 3 കോളംസും സ്പാൻ ചെയ്തുകൊണ്ട് ഒറ്റ കോളമാക്കി മാറ്റിയിരിക്കുന്നു. ഇവിടെ നമുക്ക് ഒറ്റ കോളമേ കാണാൻ സാധിക്കുന്നുള്ളൂ. നമ്പർ ഓഫ് രജിസ്റ്റേഴ്സ് സ്റ്റുഡൻറ്റ് വി ഹാവ്, ദർ ഇസ് ഓൺലി 1 കോളം ഡിസ്പ്ലേഡ് ഇൻ ദിസ് എക്സാമ്പിൾ. ഓക്കെ, എങ്ങനെയാണ് 1 കോളം ഡിസ്പ്ലേ ചെയ്തത്? ബൈ സ്പാനിങ് 3 കോളംസ് ആൻഡ് it spans 3 columns and number of registered students is displayed only in 1 column. അപ്പോൾ ഈ 3 കോളംസും സ്പാൻ ചെയ്തുകൊണ്ട് ഒറ്റ കോളമാക്കി മാറ്റിയിട്ട് എന്ത് സംഭവിച്ചു? നമ്പർ ഓഫ് രജിസ്റ്റേർഡ് സ്റ്റുഡൻസ് അവിടെ ഡിസ്പ്ലേ ചെയ്തു. അതാണ് ഫസ്റ്റ് റോ. ഇനി സെക്കൻഡ് റോയിൽ എന്ത് സംഭവിച്ചു? ഇവിടെ യഥാർത്ഥത്തിൽ 2 റോസ് ഉണ്ട് അല്ലേ? ഈ 2 റോസ് എന്ത് സംഭവിച്ചു? The 2 rows are spanned together to form a single row. So this is called span and this is row span. Clear? So we are going to look how we can write the code for the spanning. First one was the table border is equal to 1. That means it should contain 1 pixel thickness. Next one is TR. I am going to display the first row, TR. The specialty of this TR is it is a heading because it is displayed in bold. It is a heading. It contains heading cells as well as it should be spanned, called span. It should be the 3 columns should be spanned together to form a single column. Okay, so spanning should be applied in the first row. So under the TR tag I have opened the TH tag. See, I have given call span is equal to 3. And what data should be displayed here? Number of registered students. So what will happen when this code is given? It will span 3 columns, or it will combine 3 columns to form a single column, and the number of registered students will be displayed in that single column. Now I have completed the process, so I am closing the first row. Now I am going to open the second row. So what is the specialty of the second row? First, what should take place? First, the 2 rows. This is also the heading cells. So under the heading cells, what should happen? The 2 rows should be combined together to form a single row. So the first should be TH, second should be TD, and the third should be TD in the case of second row.
Clear? Okay. So we have given here TR, TH is equal to row span is equal to 2. That means 2 rows will be combined together to form a single row, and the data that will be displayed will be here, and I am closing the TH. Now I have already said the second cell is data cell. So I am using the TD tag 2014. Next I am closing the TD. The third data is also data cell. So I am using the TD tag. 75 is the data. I am closing the TD. Now I have completed the second row. So I am closing with the tag, closing tag TR. Okay. Now I am going to open the third row. In the case of third row, we have only two cells, that means 2015 and 68, and both these cells are data cells. Data cells. So let us look how this will work. I am opening the third row with the help of TR tag, see, TD, because both the cells are data cells, and so I am using the TD tag. The first data will be 2015. I am closing the TD tag. Next again I am opening the TD tag, and the data is 88, see. Oh, sorry, 68. Here it is 68, so I am going to be here also 68, not 88, 68, and I am closing the TD tag. After giving this data, we have completed the third row, so I am closing the third row. Now I have completed the whole table, so I am going to close the table tag with the help of the closing tag table. Next body tag is closed and HTML is closed. Okay, now let us look this with the help of the Gianni editor. So I am going to execute the program. See, this is the output of the program. The first was the heading tag, number of registered students. We have spanned 3 columns to form a single column, and the number of registered students is displayed here as a heading cell. And in the second row, we have spanned 2 rows. This is also a heading cell because it is displayed in year, because the year displayed in boldface. We have not used any B tag. In the previous examples, if we want to display any text in boldface, we have to use the B tag. Right? Example, look, we have bold ആയിട്ട് വരണമെങ്കിൽ നമ്മൾ എന്ത് ടാഗ് ഉപയോഗിക്കണമായിരുന്നു? ബി ടാഗ് ഉപയോഗിക്കണമായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ടില്ല? ബി ടാഗ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു? ഇവിടെ ബോൾഡായിട്ട് വന്നു കഴിഞ്ഞാൽ അതെന്ത് ഹെഡിങ് ടാഗ്, എന്ത് സെല്ലാണെന്ന് മനസ്സിലാക്കുന്നു? അതൊരു ഹെഡിങ് സെല്ലാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ഹെഡിങ് സെല്ലിൻ്റെ പ്രത്യേകത എന്താണ്? 2 റോസുകളും join together to form a single row. Okay, and the next 2 cells was the data cells, 2014 and 75, 2015 and 88 was the data cells. So hope all of you have understood the 2 examples related to the table tag. Next we will be in the next class we will be discussing about how to divide the browser window. Okay, so thank you.